ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ലുലു മോളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോയത് വാട്ടർ മെട്രോ കയറാനാണ് കേട്ടോ. നമുക്കതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. വെൽക്കം ടു ആദീസ് വ്ളോഗ്. അപ്പം നമ്മൾ വാട്ടർ മെട്രോ കയറാൻ വേണ്ടിയിട്ട് ലുലുവിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണമെങ്കിൽ പോവാം. പക്ഷെ നമ്മൾ തിരിച്ച് മെട്രോ തന്നെ കയറിയിട്ട് മഹാരാജാസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് പോയത്. ഭയങ്കര തിരക്കായിരുന്നു. ഹൈക്കോർട്ടാണ് ഇതിൻ്റെ വാട്ടർ മെട്രോൻ്റെ ഫസ്റ്റ് നമ്മുടെ സ്റ്റേഷൻ വരുന്നത്. അവിടെ നമ്മൾ ടിക്കറ്റ് ഫെയർ ഒക്കെ നോക്കി. ഫോർട്ട് കൊച്ചി വരെ 40 രൂപ, അതാണ് ഏറ്റവും ഹയസ്റ്റ് കേട്ടോ. വീക്കെൻഡ് ആകുമ്പോൾ 50 രൂപയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടിക്കറ്റ് വരുന്നത്. 3 പേർക്കും കൂടെ ഒറ്റ കാർഡായിട്ട് കേട്ടോ. സച്ചുവിനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് ഫുഡ് കഴിക്കരുത് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് വൈഫൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലൈൻ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന ബെഞ്ച് ഉണ്ടല്ലോ, ആ ബെഞ്ചിൽ വന്നിരിക്കണം. അങ്ങനെ ഇരുന്ന് ഒരു കസേരകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കിതിൽ പോകാൻ പറ്റുക. ഇതിൽ ടോട്ടൽ 96 പേർക്ക് പോകാം. 50 പേർക്ക് ഇരുന്നിട്ടും 46 പേർക്ക് നിന്നിട്ടുമാണ് പോകാൻ പറ്റുക. അപ്പോൾ നമ്മളിത് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് അതിനെപ്പറ്റി ഓർക്കാത്തത് കൊണ്ട് നമ്മൾ ലാസ്റ്റ് കയറിയപ്പോൾ നിന്ന് പോകേണ്ടി വന്നു. അപ്പം നമ്മളിനി വാട്ടർ മെട്രോ കയറാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ മെട്രോ കയറാൻ വേണ്ടി ഇരിക്കുമല്ലോ. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പറ്റുന്ന പോലെ ഇരുന്നാൽ മാത്രം നമുക്ക് ഈ സൈഡ് വ്യൂ കിട്ടുള്ളൂ, ജനലിൽ നിന്നെടുത്തുള്ള വ്യൂ. അപ്പം നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് പിന്നെ എനിക്ക് ആമി ഭയങ്കര കരച്ചിലായിരുന്നു ഫീഡിങ്ങിന് വേണ്ടി. അപ്പം നമുക്ക് ഫീഡിങ്ങിനായിട്ട് ഒരു സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2 പേര് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഫീഡിങ്ങിനുള്ള സ്ഥലമാണ്, അപ്പോൾ നമുക്ക് അവരെ മാറി തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ പ്രയോറിറ്റി ഉണ്ട് കേട്ടോ ഫീഡിങ് ഉള്ളവർക്കും. അങ്ങനെ നമ്മൾ ഫീഡിങ് ഒക്കെ ചെയ്തു തിരിച്ച് നിന്നിട്ട് കൊച്ചീൻ്റെ ആ ഭാഗങ്ങളൊക്കെ കണ്ടു പോകുമായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമാണ് ഈ കൊച്ചീൻ്റെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ വലയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചി അടുക്കുന്ന സമയത്ത് ഇത് കായലും കടലുമായിട്ട് ചേരുന്ന ഭാഗം ആയതുകൊണ്ട് ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. അപ്പം നമുക്ക് എന്താ പറയുക, കടലിൻ്റെ ചുരുക്ക് ബോട്ടിലൊക്കെ പോകുന്ന സമയത്തൊരു ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസിയൊക്കെ അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി വേർക്കും കുഴപ്പമൊന്നും പറഞ്ഞില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് അതേപോലെ വാട്ടർ മെട്രോയിൽ റിട്ടേൺ ചെയ്തു കേട്ടോ.